തന്റെ പിതാവായ ശിവഭഗവാനെ വഴിപാട് ചെയ്യുവാനായി മുരുക ഭഗവാൻ 5 പഞ്ചലിംഗങ്ങളെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതായത് ഈശാനം, തത്പുരുഷം, വാമദേവം, അഘോരം, സത്യാജ്വതം എന്നുള്ള പഞ്ചലിംഗങ്ങളെ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. കൂടാതെ സ്നാനം ചെയ്യുവാനായി അവിടെ ആകെ ഉണ്ടായിരുന്നത് കടൽ മാത്രമാണ്. പക്ഷെ ഈ കടലിൽ കുളിച്ചത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് ശുദ്ധമായ ജലവും അവിടെ ആവശ്യമാണ് എന്നതിനാലാണ് നാഴിക്കിണർ എന്നറിയപ്പെടുന്ന, അതല്ലെങ്കിൽ സ്കന്ദ പുഷ്കരണി എന്നറിയപ്പെടുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ആ തീർത്ഥക്കുളത്തെ മുരുക ഭഗവാൻ തന്റെ വേലുകൊണ്ട് ഉണ്ടാക്കിയതായി പറയുന്നുണ്ട്. അത് വളരെ ആശ്ചര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ മുഴുവനായും ചുറ്റിലുമുള്ളത് ഉപ്പ് നിറഞ്ഞ ജലമാണ്. അതിനാൽ അവിടെ ലഭിക്കുന്ന ജലമെല്ലാം തന്നെ ഉപ്പ് രസം ഉണ്ടാകും എന്നുള്ളതും അറിയാം. പക്ഷേ ഇപ്പോഴും നാഴിക്കിണറിൽ നമുക്ക് എത്ര തന്നെ വെള്ളം എടുത്താലും വറ്റാത്ത രീതിയിൽ അവിടെ ജലം ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെ പറയാം. അതും